ആ 2-ാം അധ്യായത്തിന്റെ 14-15 വാക്യം ഒന്ന് വായിച്ചേ. എങ്കിലും നിന്നെ കുറിച്ച് പുറമൊരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പണം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പണം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇളച്ചു വെപ്പാൻ ബാലാക്കിനെ ഉപദേശിച്ചു കൊടുത്ത ബിലെയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്ക്. അപ്പോൾ 2 ബിലെയാമിന്റെ ഉപദേശങ്ങളെ കണ്ടുപിടിച്ചതിനെ ജയിച്ചോണം. എന്താ ഈ ബിലെയാമിന്റെ ഉപദേശം? നിങ്ങൾക്കെല്ലാം വചനത്തിൽ ചിത്രമുള്ളവരെ ബിലെയാമിനെ പറ്റി പുതിയ നിയമത്തിൽ ഈ വിഷയത്തെ പറ്റി 3 പദമാണ്. 1 ബിലെയാമിന്റെ വഴി, 2 ബിലെയാമിന്റെ വഞ്ചന, 3 ബിലെയാമിന്റെ ഉപദേശം. പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-15 വാക്യം. അവർ കയ്യിന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലെയാമിന്റെ വഞ്ചനയിൽ. ഇവിടെ ബിലെയാമിന്റെ വഞ്ചന. പത്രോസിന്റെ ലേഖനത്തിൽ ബിലെയാമിന്റെ വഴി, യൂദയുടെ ലേഖനത്തിൽ ബിലെയാമിന്റെ വഞ്ചന. മുമ്പേ വായിച്ചല്ലോ വെളിപ്പാട് പുസ്തകം 2:15 ബിലെയാമിന്റെ ഉപദേശം. അപ്പോൾ വഴി, വഞ്ചന, ഉപദേശം. ബിലെയാമിന്റെ വഴി, ബിലെയാമിന്റെ വഞ്ചന, ബിലെയാമിന്റെ ഉപദേശം. ഇത് സഭയ്ക്കകത്തുണ്ട്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ പറഞ്ഞേക്കുന്നേ. എന്തുവാ ഈ ബിലെയാമിന്റെ വഴിയും വഞ്ചനയും ഉപദേശവും? ഇതിന്റെ പശ്ചാത്തല ഭാഗം കിടക്കുന്നത് നമുക്കറിയാം. സംഖ്യാപുസ്തകം 22, 23, 24 അധ്യായങ്ങളിലും റിസൾട്ട് 25-ലുമാണ്. ആ ഭാഗം ഒന്ന് ശാന്തമായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം. ഇസ്രായേൽ മക്കളെ യാത്ര ചെയ്ത് മോവാബ് സമഭൂമിയിൽ വന്ന് പ്രാളയമടിച്ച് കിടക്കുക. സംഖ്യാപുസ്തകം 22-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെട്ട് യെരിഹോവിന്റെ സമീപത്ത് യോർദാനക്കരെ മോവാബ് സമഭൂമിയിൽ പാളയമിറങ്ങി. ഇസ്രായേൽ അമ്മയോരോട് ചെയ്തൊക്കെ. അപ്പോൾ മോവാബിൽ വന്ന് പാളയമിറങ്ങി ഇസ്രായേൽ. ഏതാണ്ട് 41-ാമത്തെ പാളയമാണ്. 40 കൊല്ലം കൊണ്ട് 42 ഇടങ്ങളിൽ പാളയമടിച്ചെന്ന്. ശരിക്കും പഠിച്ചാൽ 49 ഇടങ്ങളിൽ പാളയമടിച്ചു. ഒരു 7 സ്ഥലം വീണ്ടും അടിച്ചതാ. അപ്പോൾ 41 പാളയമാണ്, 42 പാളയം, 40 കൊല്ലം കൊണ്ട്. മിസ്രൈമിൽ റമസേസ് എന്നാണ് ഇവർ ഇറങ്ങിയത്. റമസേസ്, സുക്കോത്ത്, ഏതാര്, പീതാര്, ചെങ്കടൽ, അക്കരെ, ഷൂറ്, മാറ, എലിയമ, അർണോൻ, പാറാൻ മരുഭൂമി, കയറ്റം, രബീ മരുഭൂമി, സീൻ കയറ്റം, സീൻ മല, ഇങ്ങനെ 42 പാളയമാണ്. അപ്പോൾ മിസ്രൈമിൽ റമസേസ് ഇറങ്ങി ഇങ്ങനെ പാളയം പിടിക്കുമ്പോൾ 41-ാമത്തെ പാളയമാണ് മോവാബ് സമഭൂമി. പാളയം വന്നടിച്ചു. ഈ ഇസ്രായേൽ വന്ന് പാളയം അടിച്ചപ്പോൾ ആ നാട്ടിലെ രാജാവാകുന്ന ബാലാക്ക് ഇത് കണ്ടവൻ പേടിച്ചു. പേടിക്കാൻ 3 കാര്യമാണ്. 1, ഇവര് അമോര്യരോട് ചെയ്തതെല്ലാം ബാലാക്ക് അറിഞ്ഞു. 2, ജനം വളരെയാ. 3-ാമത്തെ ഒരു പോയിന്റ്, അത് ബിലെയാം പ്രവചിക്കുന്ന ഒരു ഭാഗമാണ്. സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം വായിക്കണം. ഞാൻ പറയുന്നത് പോലെ തന്നെ വായിക്കുന്നുണ്ട്, മേലിലും അങ്ങനെ ആയിരിക്കണം. 23-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം. കാട്ടുപോത്തിന് തുല്യമായ ബലം അവന് ഉണ്ട്. മതി. അവൾ പേടിക്കാൻ 3 കാരണം. അത് 2 കാരണമാണ് 22-ാം അധ്യായത്തിന്റെ 1-2 വാക്യത്തിൽ. വായിരേ. ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെട്ട് യെരിഹോവിന്റെ സമീപത്തെ യോർദാൻ അക്കരെ മോവാബ് സമഭൂമിയിൽ പാളയമിറങ്ങി. ഇസ്രായേൽ അമ്മയോരോട് ചെയ്തൊക്കെയും ഇസ്രായേൽ മക്കൾ അമോര്യരോട് ചെയ്തതൊക്കെയും സിപ്പോരിന്റെ മകനായ ബാലാക്ക് അമോര്യരോട് ചെയ്തതെല്ലാം അറിഞ്ഞു. ദൈവകുഞ്ഞുങ്ങൾ നല്ല കാര്യം ചെയ്താലും ചീത്തക്കാരം ചെയ്താലും എല്ലാവരും അറിയും. ഇപ്പൊ ഒരു സ്വോത്ര കാഴ്ച എടുത്തു, എല്ലാവരും അറിഞ്ഞിരിക്കുക എന്തിനാണെന്ന്. അതെല്ലാവരും അറിയണം. നല്ലതാ. ഈ യോഗം കഴിഞ്ഞ് നമ്മിൽ തന്നെ ഉണ്ടാക്കിയാലോ അതും അറിയും. നാട്ടിലൊക്കെ പ്രസംഗിക്കുമ്പോൾ ഞാൻ പറയും, പറയണ്ടോ, ആ സഹോദരി അമ്മായിയമ്മയെ ശുശ്രൂഷിക്കുന്ന നല്ലൊരു സഹോദരി. അമ്മ എത്രയോ വർഷം ദീനമായി കിടന്ന സഹോദരി. യാതൊരു വെറുപ്പോ ഒരു പരിഭവം കൂടാതെ അമ്മേ അറിയണം. ചില താമസിക്കും, എന്നാലും അറിയും. തല്ലി ഇറക്കി വിട്ടാലോ അതും അറിയും. അങ്ങനെയുള്ളവരോട് നമ്മൾ പ്രവർത്തനത്തിന് പോയാലോ, തമ്പിയുടെ ഹൃദയം ട്രാക്ട് അവനാ മുന്നിൽ. ഞങ്ങളൊരിക്കൽ ട്രാക്ട് ടീം പ്രവർത്തനം ഉണ്ടായിരുന്നു. CB ജോണപ്പച്ചനായിരുന്നു രക്ഷാധികാരി, ചാനേശ്വരി സെൻട്രൽ പാസ്റ്റർ. എന്നെ ഡയറക്ടറുമാക്കി. ഞങ്ങൾ ഒരിക്കൽ പ്രവർത്തനം ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ, സ്ഥലം പറയുന്നില്ല, സ്ഥലത്ത് ചെന്നപ്പോൾ
അവിടുത്തെ ഒരു സഹോദരനും കൂടെ ഞങ്ങളുടെ കൂടെ വഴികാട്ടി. ഞങ്ങൾക്ക് തിട്ടമില്ലല്ലോ വീടുകൾ, ഞങ്ങൾ അവനുമുണ്ട് മുന്നേ. എൻ്റെയിലും ലഘുലേഖയുണ്ട്, കൂടെ ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ ഞങ്ങളുമുണ്ട്, അവനും കൂടെയുണ്ട്. നടന്നങ്ങോട്ട് ചെന്നപ്പം ഒരു വീട്ടോട്ട് കയറാമെന്ന് പറഞ്ഞു. നല്ല ഉച്ച സമയം, നടന്ന് ക്ഷീണിച്ച് വെയിലുമൊക്കെ കൊണ്ടാണ് ഞങ്ങളും ചെന്നത്. ആട്ടെന്ന് പറഞ്ഞു കയറി. നല്ലൊരു മനുഷ്യരാണ്. ഞങ്ങളെ കണ്ടിട്ട് വന്നാട്ടെന്ന് പറഞ്ഞു. ഒരു അപ്പച്ചൻ പ്രായമുണ്ട്, കയറിയിരുന്നാട്ട്. അപ്പോൾ ഒരു പഴയ തറവാടാണ്. ഇപ്പോൾ ഓർക്കുന്ന മുറ്റത്തൊരു ചെറുനാരകം പടന്ന് കിടക്കുക, ഇഷ്ടം പോലെ നാരങ്ങ. കയറിയിരുന്നാട്ട് ഉപദേശിമാരല്ലയോ? ഞാൻ പറഞ്ഞു അതെ, ഇരുന്നാട്ട്. അപ്പം ഞങ്ങൾ രണ്ടുമാണ് കയറിയത്. യവൻ വേറൊരാളോട് കാട്ടാൻ വന്ന പുള്ളി വേറൊരാളോട് വർത്താനം പറഞ്ഞ് കയറിക്കോ വന്നേക്കാന്ന് പറഞ്ഞു. കയറിയിരുന്നു. അപ്പം അപ്പച്ചൻ പറഞ്ഞു, അമ്മയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഭാര്യയെ വിളിച്ചു, എടീ നാരങ്ങ വെള്ളം കൊടുക്കാൻ പറഞ്ഞു. കണ്ടുകൊണ്ടിരിക്കുക അമ്മ മുറ്റത്തോട്ടിറങ്ങി നാരകത്തിൽ നിന്ന് 2 നാരങ്ങ പറിച്ചു. നല്ല മണം, പച്ചയല്ലേ, അത് അകത്ത് തന്നെ മുറിച്ചപ്പം മണം അടിക്കുന്നുണ്ട്. മനുഷ്യനൊരു കുളിർമ. വെള്ളം കുടിക്കാൻ നേരത്തെ ഓർത്തതായാലും വീട്ടുകാർ വെള്ളം തരിക എന്നല്ലോ, അത് നല്ല നാരങ്ങ വെള്ളം. അതെല്ലാം കലക്കി ട്രേക്കകത്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഈ നെടുനീളമാണ് അടുക്കളയിലോട്ടുള്ള വഴി കാണാം. ഞങ്ങളിരിക്കുന്നിടത്ത് നിന്ന് വെള്ളമായിട്ട് വന്നപ്പം കൂടെ വഴികാട്ടാൻ വന്നവൻ കയറി വന്നു. അപ്പം ഈ അപ്പൻ ചോദിച്ചു, ഏവൻ? ഞാൻ പറഞ്ഞു ഞങ്ങളുടെ കൂടെ ഉള്ളതാണ്. എഴുന്നേക്ക് പോ. അപ്പം വെള്ളമായിട്ട് വന്ന് വെള്ളം കൊണ്ട് പോ. തെയ്യമേ, ഈ ഗതികേട് പിടിച്ചതിനോടെ പോയതുകൊണ്ട് വെള്ളം കുടിക്കാൻ പോലും. പിന്നീട് അറിഞ്ഞു യവൻ ഇവരുടെ അതിര് തർക്കത്തിരിക്കുക. എന്നാൽ ഈ വല ഞങ്ങളുടെ കൂടെ വരാതിരിക്കണ്ടേ? അവിടെ വന്ന പറഞ്ഞാൽ പോരാ, നിങ്ങൾ പോയിച്ചു വാങ്ങി, എനിക്ക് അങ്ങോട്ട് വരാൻ നടത്തിപ്പ്. ഞങ്ങൾ ആ നാരങ്ങ വെള്ളം കുടിക്കുകയല്ലേ അല്ലേ? ഇത്ര ഗുണം വരാത്തവന്മാർ ആത്മീക ലോകത്തും ഉണ്ട്. അവൻ സഭയെ വന്നാൽ ഒരെണ്ണം സഭയെ കയറുകയല്ല. ഇവൻ അടക്കോഴി ഇരിക്കുമ്പോൾ ഒരു മുട്ട ഇടുകയില്ല, വേറൊരു കോഴിയെ കയറ്റി എന്നുവെച്ചാൽ പഴയ ചർത്തം 82 ഞാൻ 2 മുട്ട കിട്ടപ്പോൾ കവളുമൊക്കെ വീർപ്പിച്ചിരിക്കുക. 82 മുട്ട, എന്നിട്ട് ആകെ 2 മുട്ടയാ കടിഞ്ഞു മുട്ട. എന്തിനു കൊള്ളാം? ഓംപ്ലേറ്റ് അടിക്കാൻ കൊള്ളേ പോരെ, ചുമ്മാ 82 മുട്ട. കർത്താവ് പഠിപ്പിച്ചത് പറഞ്ഞെന്ന് ചോദിച്ചു, ഇപ്പൊ പിടിച്ച വല്ലതും ഉണ്ടോ? ഇപ്പം നിന്റെ സ്ഥിതി എങ്ങനെ? സ്തോത്രം. അപ്പൊ അതുകൊണ്ട് ആ ഭാഗം അങ്ങ് വിടുക. നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും നാട്ടുകാരറിയും. ഒന്ന്, അമോര്യരോട് ചെയ്തതെല്ലാം ബാലാക്ക് അറിഞ്ഞു. 2, ആ പദം ഒന്ന് വായിച്ചത് യുവരാസനെ. അടുത്തൊരു പദം, ജനം വളരെ എന്നൊരു പദമുണ്ട്. ഞങ്ങളോട് കൂടെ 22-ാം അധ്യായത്തിന്റെ 1-2 വാക്യത്തിൽ കിടപ്പുണ്ടല്ലോ, ജനം വളരെ ആയിരുന്നു എന്നൊരു പദമുണ്ട്. ജനം വളരെ ആയിരുന്നത് കൊണ്ട് മോവാബ് ഏറ്റവും ഭയപ്പെട്ടു. ഭയപ്പെടാൻ 3 കാരണമാണ്. ഒന്ന്, അമോര്യരോട് ചെയ്തതല്ല ഇവൻ അറിഞ്ഞു. ഇടയ്ക്ക് വേറെ ശ്രദ്ധയ്ക്ക് പോകരുതേ, കൂടെ എങ്ങോട്ടോ തിരിഞ്ഞതാ. പണ്ട് ഉമ്മനാട് കൺവെൻഷൻ നടക്കുക, നിങ്ങളും പലത് കാണും. അന്ന് ആ സുനാമി അടിച്ച വർഷമാണ്. മേക്കാട്ട് ബേച്ചാൻ അന്നത്തെ ഉദ്ഘാടനം കഴിഞ്ഞ പാസ്റ്റുണ്ട്. അപ്പം ഉറവ തുറന്ന കാര്യം അദ്ദേഹം പ്രസംഗിച്ചു. മേളിലെ തുറവ് തുറന്ന് വായിക്കാൻ പറഞ്ഞു, അടിയിലെ തുറവ് തുറന്ന് വായിക്കാൻ പറഞ്ഞു. യോബിൻ്റെ പുസ്തകവും ഉൽപ്പത്തി പുസ്തകവും അഭിഷേകം എടുത്ത് പറയാം, നന്നായിട്ട് അവതരിപ്പിക്കുക. ഞാനും ഇരിപ്പുണ്ട്. അപ്പോൾ ഉൽപ്പത്തിയിലെ വാക്യം വായിക്കാൻ പറഞ്ഞു. ഉൽപ്പത്തിയിലെ വാക്യം വായിച്ചു. ഇനി യോബിൻ്റെ പുസ്തകത്തിലെ വാക്യം വായിക്കാൻ പറഞ്ഞു, 38-ാം അധ്യായം. അതും അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞു. ഇനി അതിൻ്റെ 14-ാം വാക്യം വായിക്കാൻ പറഞ്ഞു. അപ്പം കക്ഷി വായിച്ച പുള്ളി ഉൽപ്പത്തി 38-ന്റെ 14 വായിച്ചു. താമാർ അവൻ്റെ അടുക്ക വന്നപ്പം ഞാൻ ചോദിച്ചു, താമാർ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നെന്ന് ചോദിച്ചു. ഇപ്പം ഉറവയുടെ കാര്യമല്ലേ പറഞ്ഞു, ഞാനിപ്പോൾ ഓർക്കുന്നു പറഞ്ഞതാ. താമാർ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട്? അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചിരുന്നോണേ. അപ്പൊ 3 കാര്യമാണ് പേടിക്കാനുള്ള കാരണം. ഒന്ന്, ആ ജനം വളരെ ആയിരുന്നു. 2, അമോര്യരോട് ചെയ്തതെല്ലാം ഇവൻ അറിഞ്ഞു. 3, ആ 3-ാമത്തെ പദമ എന്നെ ഒന്നുകൂടെ ചലഞ്ച് ചെയ്തത്. കർത്താവിന് മഹത്വം. അവൻ 23-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിന്റെ 2-ാം ഭാഗമായി ചെയ്ത യുവദാസനെ, കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇടയ്ക്കത്തെ ഭാഗമൊന്നും ഞാൻ വിസ്തരിക്കുന്നില്ല. ഇസ്രായേൽ മക്കളെ പറ്റി അവരെ നോക്കിയേച്ച് ബിലയാം പ്രവചിച്ച പ്രവചന ഭാഗത്തിലൊരു പദമ, കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. ഇസ്രായേലിന്
വിഷയം വിട്ടുപോകുക എന്ന് എനിക്കറിയാം. നിങ്ങൾ ചിന്തിക്കും 7 പോയിന്റ് പറഞ്ഞിട്ട് പുള്ളി ഒന്നും പറഞ്ഞില്ലല്ലോ. പോയിന്റ് അല്ല വിഷയം, ദൈവം വിവേചിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ഇസ്രായേൽ മക്കളെ പറ്റി പറഞ്ഞൊരു സാക്ഷ്യമാണ്, കാട്ടുപോത്തിന് തുല്യമായ ബലമുണ്ട് ഇസ്രായേലിന്. ശ്രദ്ധിക്കുക, 23-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്തിൽ ഇവരെ പറ്റി പറയാ കാട്ടുപോത്തിന് തുല്യമായ ബലം. അപ്പോൾ തന്നെ 21-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ഇവരെ പറ്റി ക്ഷീണിച്ചെന്നൊരു പദമുണ്ട്. വായിച്ച 21:4. പിന്നെ അവർ ഏദോം ദേശത്ത് ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിങ്കിൽ നിന്ന് ഞങ്ങളുടെ വഴിയായിട്ട് യാത്ര പുറപ്പെട്ടു. വഴിനപത്ത് ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. അപ്പൊ അവിടെ ക്ഷീണിച്ചു. അവൾ 21:4 ക്ഷീണിച്ചെന്ന. പക്ഷെ 23-22 കാട്ടുപോത്തിന് തുല്യമായ ബലമുണ്ട് എന്ന് പറഞ്ഞാൽ 21 ക്ഷീണിച്ചവർ 23 വന്നപ്പോൾ കാട്ടുപോത്തിന് തുല്യ ബലമുണ്ടായി. ഏത് മനുഷ്യനും ക്ഷീണം വരാം, മനുഷ്യനല്ലേ, ക്ഷീണിക്കാം. തിരുവചനം പഠിച്ചാൽ ഭക്തന്മാര് തന്നെ പലരും ക്ഷീണിച്ച രംഗങ്ങളുണ്ട്. ഏലിയാവ് ഒരിക്കലും ക്ഷീണിച്ചിട്ടും കൂടെ ഒരു പദം പറഞ്ഞത്, മതി യഹോവ എന്നെ ഇനി അങ്ങ്. ഇസബേലിന്റെ വാക്ക് കേട്ട് ഭയപ്പെട്ട് ക്ഷീണിച്ചു. ആഹാബിന്റെ മുഖത്ത് നോക്കി ദൂത് പറഞ്ഞവനാ. പക്ഷെ ഒരു സ്ത്രീയുടെ വാക്കിൽ അതിനെപ്പറ്റി ഒരു ചരിത്രം പറയുന്നത്, ഈ ക്ഷീണിച്ച് പേടിക്കാനുള്ള കാരണം ഇസബേല് ക്ഷുദ്രം ചെയ്യുന്നവളായിരുന്നെന്ന്. സീദോന്യ രാജാവാകുന്ന ഇക്ബാലിന്റെ പുത്രിയാണല്ലോ ഇസബേല്, ആഭിചാരക്കാരിയാ. അതുകൊണ്ടാണ് ഏവു ഇസ്രായേലിൽ വന്നപ്പോൾ യോരാൻ ചോദിച്ചു, ഏകുവേ സമാധാനമാണോ? ഏകു തിരിച്ചു പ്രതിഭജിച്ചു, എനിക്ക് സമാധാനം. എൻ്റെ അമ്മ ഇസബേലിന്റെ ക്ഷുദ്രം ആഭിചാരം ഇതുപോലെ കൊടികുത്തി വാഴപ്പോ എനിക്ക് സമാധാനം വല്ലതും ഉണ്ടോന്ന്. അപ്പൊ ആ വാക്യം കൂടെ ചേർത്ത് പഠിച്ചാൽ ഇവിടെ ക്ഷുദ്രക്കാരിയാ, ആഭിചാരം ചെയ്യും. അപ്പോൾ ഒരു വേദ പഠിതാവ് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ അഭിഷിക്തനാകുന്ന ഏലിയാവിനെതിരെ ഇവൾ ആഭിചാരം ചെയ്തു. അതിന്റെ ശക്തി അവനിവനോട് ഫൈറ്റ് ചെയ്തു. എത്ര കെടികെട്ടി അഭിഷിക്തന്മാരാണെങ്കിലും പ്രാർത്ഥിക്കുന്ന ഒരു വലയമില്ലെങ്കിൽ നീ തകർന്നു പോകും. ഇന്ന് രാത്രി ഞാനും നിങ്ങൾ ഇവിടെ ആയുസോടിരിക്കുന്നതും ഈ തിരുവചനം പറയുന്നത്, ശുശ്രൂഷ ചെയ്യുന്നത്, ഒന്നെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു ഭാര്യ, അല്ലെ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ, അല്ലെ പ്രാർത്ഥിക്കുന്ന ഒരു സഭ, ഇല്ലെ പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രൂപ്പ്. അതുകൊണ്ട് ദൈവത്തിന്റെ കൃപ കൊണ്ടാണ് ഞാനും നിങ്ങൾ നിൽക്കുന്നത്. അത് മുടക്കരുത്. പ്രൈസ് ദി ലോർഡ്. ക്ഷീണം വരാം, മനുഷ്യനല്ലേ, ക്ഷീണിക്കും. നമ്മൾ ആത്മീയ സഭയുടെ വിഷയം എടുക്കാം. വിശ്വാസികളിൽ തന്നെ ചിലർ ക്ഷീണിക്കും. ക്ഷീണിക്കാൻ പല കാരണമുണ്ട്. ലളിതമായി, ഒന്ന്, നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്ന സഭയിൽ നിന്ന് നല്ലൊരു വചന ശുശ്രൂഷ കിട്ടിയില്ലേ ക്ഷീണിക്കും. തന്നടി പിന്നടി ചള്ളും പൊട്ടുമൊക്കെ പറഞ്ഞാൽ നിൽക്കുന്നെങ്കിൽ നമ്മൾ പിന്നെ നൊട്ട വെട്ടിരിക്കും. വചന ശുശ്രൂഷ കിട്ടിയില്ലേ ക്ഷീണിക്കും. നല്ല പാട്ട് പ്രാർത്ഥന ആരാധനയില്ലെങ്കിൽ ചിലർ ക്ഷീണിക്കും. പല രീതിയിലാണ്. ഒരു സഭയെ കൂടുന്നവര് തമ്മിൽ സഹകരണ മനോഭാവമില്ലെങ്കിൽ ചിലർ ക്ഷീണിക്കും. ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർ ആ വിശ്വാസികളുടെ നല്ല സമീപനവും നല്ല സഹവർത്തിത്വമില്ലെങ്കിൽ ചില വിശ്വാസി ക്ഷീണിക്കും. വിശ്വാസികൾ കർത്താവിന്റെ ദാസന്മാരോടും നല്ല രീതിയിൽ ഇടപെട്ടില്ലെങ്കിൽ കർത്തദാസന്മാരും. ഏലിയാവ് സമസ്വഭാവമുള്ള മനുഷ്യനാണെന്നല്ലോ. പിന്നെ ചിലര് ശരീരത്തിൽ രോഗപീഠകൾ പല വിധത്തിൽ വരുമ്പോൾ ചിലര് ക്ഷീണിക്കാൻ സാധ്യതയുണ്ട്. ദൈവമേ, ഈ പ്രായത്തിൽ എനിക്കിതെല്ലാം വന്നല്ലോ എന്ന് ക്ഷീണിക്കാം, കുറ്റമല്ല. സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോഴും ചിലര് ക്ഷീണിക്കാം. അങ്ങനെ ഒത്തിരി കാര്യമുണ്ട്. അപ്പൊ ഏത് മനുഷ്യനും ക്ഷീണം വരാം. പക്ഷെ ഒരു കാര്യം, ക്ഷീണം വന്നു കഴിയുമ്പോൾ ക്ഷീണിച്ച് നീ ഒതുങ്ങിപ്പോകരുത്. നിന്റെ ക്ഷീണം മാറ്റുവാൻ കഴിവുള്ള ഒരുവനുണ്ട്. ഇന്ന് രാത്രി അവൻ നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. കമ്പിവാചകം പോലെ പറഞ്ഞങ്ങ് നിർത്താം. അപ്പൊ 21:4 ക്ഷീണിച്ചു. പക്ഷെ 23-22 കാട്ടുപോത്തിന് തുല്യമായ ബലമുണ്ട്. അപ്പൊ ഇതിന്റെ അർത്ഥം ഈ ഇടയ്ക്ക് വരുന്ന ബലപ്പെട്ടെന്ന. അതെവിടെ വെച്ചാൽ ബലപ്പെട്ടത്? കമ്പിവാചകം പോലെ ചിന്തിക്കുക, എല്ലാ ഭാഗവും പറയാനൊക്കത്തില്ല. 21:16 ഒന്ന് വായിച്ച. 21:16 സംഖ്യ. അവിടെ നിന്ന് അവർ ബേരിലേക്ക് പോയി. യഹോവ മോശയോട് ജനത്തെ ഒന്നിച്ചു കൂട്ടുക, ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുന്ന കൽപ്പിച്ച കിണർ അത് തന്നെ. അപ്പോൾ ഇസ്രായേൽ കിണറെ പൊങ്ങി അതിന് പാടുവിൻ. പ്രഭുക്കന്മാർ കുടിച്ച കിണർ, ജനസേട്ടന്മാർ തങ്ങളുടെ ജങ്കോല് കൊണ്ട് തെണ്ടുകൊണ്ടും കുത്തിയ കിണർ എന്നുള്ള പാട്ട് പാടിയെന്ന്. അദ്ദേഹത്തെ ഓവർടേക്ക് ചെയ്ത് പോയതല്ല, സമയത്തെയും കൂടെ ഭയപ്പെടുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് പുസ്തകം മടക്കുകയും ചെയ്യരുത്. എന്നാ ഇങ്ങനെ തന്നെ എല്ലാം പറഞ്ഞു. നമ്മൾ വഴിയിൽ അവനുമായിട്ട് വിഘടിക്കരുതെന്ന. അപ്പം നമ്മളൊരു ധാരണ.
നന്നായിട്ട് വായിക്കുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, 21:4 ക്ഷീണിച്ചു. പക്ഷേ 23 22 കാട്ടുപോത്തുനിന്ന് വലിയ ബലം വന്നു. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നിങ്ങൾ മസിൽ പിടിച്ചിരിക്കരുത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മുഖത്തൊക്കെ ഒരു തെളിച്ചുണ്ടാകും. കൈപ്പുള്ള കഷായം കുടിച്ച പോലെ ഇന്നൂടല്ലേ ഉള്ളൂ. എനിക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കും. സ്തോത്രം. ഈ പുരുഷ ലക്ഷണത്തെ പറ്റി പണ്ട് കവി പറഞ്ഞു, പ്രസാദം വദനത്തെങ്കിലും കാരുണ്യം ദർശനത്തിലും മാധുര്യം വാക്കിലും ചേർന്ന് ഉള്ളവനേ പുരുഷോത്തമനെന്ന്. വ്യാഖ്യാനിപ്പിക്കണ്ട. സാക്ഷാൽ പുരുഷൻ യേശു ക്രിസ്തുവാണ്, ഉത്തമ പുരുഷനാണ്. അതിമനൂജനാം ആദാമിൽ കൂടല്ലോ പാപങ്ങൾ ലോകത്തിലാകെ പരന്നതും ഏവർക്കും പാപ പരിഹാരത്തിനായി സ്വർഗമഹിമകൾ വിട്ടികത്തിൽ വന്ന പുരുഷനെ കണ്ടേൻ, ഉത്തമ പുരുഷനെ കണ്ടേൻ. പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട് വെള്ളത്തല മൂടി വെള്ളയാം പഞ്ഞി പോൽ വെള്ളോടുല തന്നിൽ കാച്ചി പഴുപ്പിച്ച് വെള്ളക്കുതിര പുറത്തേറി വരുന്ന പുരുഷനെ കണ്ടേൻ, ഉത്തമ പുരുഷനെ കണ്ടേൻ. സാക്ഷാൽ പുരുഷൻ കർത്താവാകുന്ന ക്രിസ്തു. അവിടെ ശ്രദ്ധിക്കുക, 21:4 ക്ഷീണിച്ചു. പക്ഷെ 23 22 കാട്ടുപോത്തുന്ന തുല്യ ബലം. അപ്പൊ ഇവരിടയ്ക്ക് ബലപ്പെട്ടത് എവിടാന്നാ ചിന്തിച്ചത്? 21:16 ഒന്നുകൂടെ വായിച്ചത് യുവദാസനെ. അനന്തരം അവിടെ നിന്ന് അവർ ബേരിലേക്ക് പോയി. യഹോവ മോശയോട് ജനത്തെ ഒന്നിച്ചു കൂട്ടുക, ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് കൽപ്പിച്ച കിണർ അത് തന്നെ. അപ്പൊ ശ്രദ്ധിച്ചേ, ഓടിച്ചു പറയാം. ജനത്തെ ഒന്നിച്ചു കൂട്ടാൻ പറഞ്ഞു. അതിന് അങ്ങനെ പറയാൻ കാര്യം, ബേരിലേക്ക് പോയി. ബേരിന്റെ പണ്ടത്തെ പേര് ശൂര് തന്നെ പേര് ശൂരും അടുത്തടുത്ത സ്ഥലങ്ങളും ഒരേ സ്ഥലത്തിന്റെ ഒരു ഭാഗങ്ങളാണ്. അപ്പൊ ശൂരിലേക്ക് വന്നല്ലേ ബേരിലേക്ക് വന്നു. ദൈവം മോശയോട് പറഞ്ഞു ജനത്തെ ഒന്നിച്ചു കൂട്ടാൻ. അത് പറയാൻ കാരണം, ഈ സംഖ്യാപുസ്തകം 21:4 ക്ഷീണിച്ചു കഴിഞ്ഞപ്പോൾ ഇവരാവശ്യമില്ലാത്ത സംസാരങ്ങൾ നടത്തി. അങ്ങനെ സംസാരം ദൈവത്തിനും മോശയ്ക്കും അഹരോനും ഒക്കെ വിരോധമായിട്ട് പറഞ്ഞു, വചനത്തെ നിന്ദിച്ചു. അതാണ് 21:4 മുതൽ. പിന്നെ അനന്തരം അവർ 21:4 വായിച്ച പിന്നെ അവർ ഏതോ ദേശം ചുറ്റിപ്പോകുക, ഹോർ പർവ്വതത്തിൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിന്റെ മോശയ്ക്ക് വിരോധമായിട്ട് സംസാരിച്ചു, മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്ത് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല, സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാണ്. അപ്പോ മന്നയ്ക്കെതിരെ ഇവർ പ്രശ്നം ഉണ്ടാക്കി. അതാ സാരമില്ലാത്ത ആഹാരം. മന്ന എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമേറിയ ഭക്ഷണമാണ്. ഒറ്റ വാക്യം പറയാം, മന്ന ക്രിസ്തുവിനും തിരുവചനത്തിനും നിഴലാണ്. 1-2 കാര്യം പറഞ്ഞ ഭാഗം വിട്ടേക്കാം, നിന്ന് പറയാൻ നേരമില്ല. മന്ന യേശു ക്രിസ്തുവിനും തിരുവചനത്തിനും നിഴലാണ്. അതിന് ഒന്ന്, ഈ മന്നയുടെ വിശേഷത ഇത് ഉയരത്തിൽ നിന്ന് പൊടിഞ്ഞു വീണതാ. അങ്ങനെയാണല്ലോ പുസ്തകം പഠിപ്പിക്കുന്നത്. അവൻ ആകാശത്ത് നിന്ന് അപ്പം വർഷിപ്പിച്ചെന്ന. മന്ന ഉയരത്തിൽ നിന്ന് വന്നതാ. ഉയരത്തിൽ നിന്ന് വന്ന ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. ബാക്കി സകല ആൾക്കാർ ഉയരത്തിലേക്ക് പോകുന്നവരും പോകാണ്ടിരിക്കുന്നവരും ഒക്കെ ആകുമ്പോൾ ഉയരത്തിൽ നിന്ന് ഉന്നതങ്ങൾ വിട്ടിറങ്ങി വന്ന ഒരുവനെയുള്ള നസറയനാകുന്ന യേശു ക്രിസ്തു. ഫിലിപ്പിയ ലേഖനം നമുക്കറിയാമല്ലോ, ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി താഴ്ത്തി തന്നെത്താൻ മരണത്തോളം ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന നസറയനാകുന്ന യേശു ക്രിസ്തു. അപ്പൊ ഉയരത്തിൽ നിന്നിറങ്ങി വന്നതായി മന്ന. അങ്ങനെയെങ്കിൽ മേളിൽ നിറഞ്ഞു വന്നതാ ക്രിസ്തു. മന്ന ക്രിസ്തുവിന്റെ നടല മേളിൽ നിന്ന് വന്നതാ. 2, ഈ മന്ന യേശു ക്രിസ്തുവിന്റെ നടലാന്ന് പറയാൻ കാര്യം, വളരെ ചെറുതാ. കൊത്തമ്പാലരി ചെറുതാ. അതാ കൂടാരവാതിൽ തുറന്നു ചെല്ലുമ്പോൾ കാണാൻ ചെറുതാ. വലിയവനായ ദൈവം, വലിയവനായ ദൈവം. ചില ആൾക്കാരുടെ ഇരിപ്പ് നോട്ടം കൊണ്ട് ആ ദൈവത്തെക്കാൾ വലിയതാണെന്നും പറഞ്ഞ ആ ഭാവമൊക്കെ കാണും.
അഖിലാണ്ടങ്ങളുടെ ഉടയവനായ ദൈവം. സമയമില്ലാത്തതുകൊണ്ടാണ്. സൈമൺ സാറ് കൊടുത്തിരിക്കുന്നൊരു പദമുണ്ട്, ആ വേദവികാരത്തിൻ്റെ പഴയ ആൾക്കാർക്കറിയാം ദൈവത്തെ പറ്റി. യാതൊരു കാലത്തെയാണാദിയായി നിർദ്ദേശിപ്പതിനായതിനറുതിയില്ലാതുള്ള യുഗം മുൻപും ഭീതരൂപനായി വിമലാപനായി നിന്ന മഹാനീതി നീരതിക ഞാനാദരാൽ വന്നിക്കുന്നേൻ സകല ലോകങ്ങൾക്കും ആദികാരണം ഇവൻ, സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ, സകല ദേവവൃന്ദ വന്ദിത പദാംബുജൻ, സകല നിഷ്കലത്വം പേറുന്ന പെരിയവൻ, ആഗമാകാരന്മാരിൽ ആദവൻ മോസസും സർവാഗമ പൊരുളാഗമി പരാശക്തിക്ക് ഏലെന്നോ രബ്രിയമാൻ നാമമോദിയത് മൂലവസ്തുവാനാഥൻ ഉപദേശിച്ചതല്ലോ ഈ ലോകി ശബ്ദായി യു യലോകി അധോണായി വിലോപമെന്നെ യാഗ്വേ യഹോവ യാഹെന്നല്ല മോശീയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള നാമമീശനാൽ പ്രകക്ഷിതമെന്നേ വേണ്ടു. ഗൂഢവിഗ്രഹനായിട്ടെങ്കിലും വർദ്ധിക്കലും കൂടത്തൻ നിജാശകൻ ആത്മാവെന്നിവ രണ്ടും കാലാനുസാരം പ്രകടീകരിച്ചിടും. പുഷ്പകാലത്ത് കളകണ്ഡങ്ങളെ കൂജിതം പോലെ അല്ലായെങ്കിൽ അതീശനെ മാനുഷരറിയെന്നാൽ ഇവൻ അഗാധസ്ഥിതനല്ലോ. പ്രപഞ്ചത്തിന്റെ മൂലഗന്ധത്തെ കണ്ടെത്തുവാൻ പ്രപഞ്ചവാസികൾക്ക് കഴിവില്ലായ മൂലം സിയമാ മകത്തത്വ ബോധനം നടത്തുവാൻ ഈ ഉലകങ്ങളുടെയുമായ നിജാത്മ നേരമില്ല. ദൈവത്തെ പറ്റിയായി ചൊല്ലിവിട്ടതേ. വലിയവനായ ദൈവം, നിത്യനായ ദൈവം, ഉന്നതനായ ദൈവം, സകലത്തെ നിർമ്മിച്ചവൻ, ചമച്ചവൻ, പടച്ചവൻ, അനാദിക ശാശ്വതമായുള്ളവൻ, സകലത്തെയും നിർമ്മിച്ചവൻ, ചമച്ചവൻ, പടച്ചവൻ, സകലത്തിന്റെ എല്ലാവർക്കും കാരണഭൂതനുമായവൻ, ഇങ്ങനെ വലിയവനായ ദൈവം വർണ്ണിക്കാനൊക്കത്തില്ല. ആ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും രക്ഷിപ്പാൻ ചെറുതായിട്ട് അവതരിച്ചു. ഒരു കന്യകയുടെ ഉദരത്തിൽ ഉരുവായെന്ന്. എൻ്റെ സഹപടന്മാരെ, എൻ്റെ മാന്യ ശ്രോതാക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, അഖിലാണ്ടങ്ങളുടെ ഉടയവൻ ചെറുതായിട്ട് അവതരിച്ചെങ്കിൽ നമുക്കൊന്ന് ചെറുതായാലെന്നെ. ചിലരുടെ ആ ഭാവവും ഇരിപ്പും ഒക്കെ വെള്ളം പൊങ്ങിയപ്പോൾ ഞാൻ കണ്ടതാ. വണ്ടിയില്ലെങ്കിൽ യോഗത്തിന് വരികയില്ല. വെള്ളം പൊങ്ങിയപ്പോൾ ഒരു തള്ളയാണ്ട കുടയും പിടിച്ച് ചെമ്പിനകത്തിരിക്കുന്നു. നിങ്ങൾ കണ്ടോന്നറിയത്തില്ല, ഒരു മുഴുത്ത തള്ള ഒരു കുടയും പിടിച്ചൊരു ചെമ്പിനകത്ത്. അതെനിക്ക് തിട്ടമില്ല ഏതാണ് എന്നാ സത്യമാണ്. കണ്ടതല്ലേ, കണ്ടതാ വലിപ്പമൊക്കെ. ചിലപ്പറത്തില്ല, എൻ്റെ ബെഡിൽ കിടക്കണം, എൻ്റെ ബെഡ്റൂം, ഞങ്ങളുടെ ഫാമിലി ബെഡ്റൂം, എൻ്റെ ബെഡ്, അത് പ്രത്യേക ബെഡാണ്. അതിൽ കിടന്നില്ലേ? വെള്ളം പൊങ്ങിയപ്പോൾ അതാണ്ട് ബെഞ്ച് കിട്ടച്ച് ക്യാബിൽ പോയി കിടക്കുന്നത്. എന്തിനാടാ നിന്റെ ബെഡ്? അവിടെ കിടന്ന ബെഡല്ല, ബ്രെഡിന് നട്ടുകാരുന്നു. ഞാൻ പരമാർത്ഥമായി പറഞ്ഞത് കള്ളമല്ല. ചില സഹോദരിമാർ സഭയിലൊക്കെ, ഇവിടുത്തെ രീതി അറിയത്തില്ല, സഭ വന്ന് അമ്മാമ്മേ എല്ലാ പിള്ളേരെയും പോലല്ലേ എൻ്റെ കുഞ്ഞ്, അവൾക്ക് ഒത്തിരി നിർബന്ധം, അവൾക്ക് ഒത്തിരി എല്ലാ പിള്ളേരെയും പോലല്ല. അതിന് അവളെ ചിക്കനെ കഴിക്കുള്ളൂ, ചിക്കൻ. മോനാണെങ്കിൽ ഫിഷ് മോളി. നടുവത്തവനോ അവന് ഈ ബീഫ് ഒലത്തണം. അതുകൊണ്ട് എനിക്കിപ്പം മീറ്റിങ്ങിന് പോലും അറ്റൻഡ് ചെയ്യാൻ. പിന്നെ ഡാഡി മട്ടൻ എന്ത് മട്ടൻ തിന്ന താടിയ എടാ, കട്ടൻ കപ്പയും തിന്ന് മുമ്പേ പറഞ്ഞതാ. മുളകൊടച്ചതും നാട്ടിൽ ഇപ്പോഴല്ലോ ചയ്യോ എല്ലാം കെട്ടി അത് ചോദിച്ചാൽ കളയൊന്നും വേണ്ട. നമ്മുടെ ശൈലി ഇതാണ്. സ്തോത്രം. പിണക്കമൊന്നും തോന്നരുത്. ചോദിച്ചാലാകുമ്പോ പിണക്കവും ഇല്ല, ഉറക്കത്തുമില്ലല്ലോ. അതുകൊണ്ടങ്ങ് പറഞ്ഞ ഇരുന്ന് സ്തോത്രം. നീ ഒരു ചെരുപ്പ് ഇടാൻ കൊടുത്തിട്ടില്ലേ? പറ. സ്കൂളിൽ പോയപ്പോ ഫീസ് കൊടുക്കാൻ കൊടുത്തിട്ടില്ലേ? കാറ് പോയപ്പോ പണ്ട് പെന്തിക്കോസിൽ പഴയ 3 കാശുകാരാണ് പണ്ടത്തെ ആൾക്കാർ പറഞ്ഞു. ഒന്ന് അലയുടെ ലൂക്കാച്ചായന് കൊട്ടാരക്കര, പിന്നെ 2 56 കുഞ്ചാന്, പിന്നെ 3 പാതിയപ്പള്ളി കുഞ്ഞവറാച്ചൻ. ഇപ്പോഴല്ലേ ബാക്കിയുള്ളവർക്കൊക്കെ പുത്തനായത്. ഞൊളിച്ചൊരു ഇരിപ്പുമൊക്കെ. ഇന്ന് യോഗം തീരുകയല്ലേ, നാളെ വൈകിട്ടില്ലല്ലോ. 2 കാര്യൂടെ പറഞ്ഞേച്ചേ ഉള്ളു. സ്തോത്രം. ഞെളിയരുത്, അഹങ്കരിക്കരുത്, ഭയത്തോടെ ദൈവത്തെ സേവിക്കുക. ചേട്ടന്മാര് അനിയന്മാരെ പഠിപ്പിക്കാൻ ചേട്ടന്മാര് പഠിത്തം നിർത്തിയവരുണ്ട് ഇല്ലേ? പറ. 5-6 ചേട്ടന്മാര് ചേട്ടാനിയന്മാരുള്ളത് ഷർട്ട് ചേട്ടൻ തേച്ചിട്ടേക്ക് മുമ്പ് അനിയൻ ഇട്ടോണ്ട് പോകും. ചേട്ടൻ കുളിച്ചു ചെന്നപ്പോൾ ഷർട്ടിൽ എടുക്കപ്പെട്ടു. നീ കൊതിച്ചിട്ടുണ്ട്.
ഞാൻ പഴയ ചരിത്രത്തിലൊന്നും പോകുന്നില്ല, നിങ്ങളെ എടുത്താൻ പറഞ്ഞതല്ല, ദൈവം നിങ്ങളെ നടത്തിയ വിധം ഓർപ്പിക്കുക. ഓർത്ത് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അതാ ചില സഹോദരിമാര് അവക്ക് ചിക്കൻ വേണം, മോന് ഫിഷ് മോളി, പപ്പായ്ക്ക് മട്ടൻ. എന്ത് മട്ടൻ തന്ന താടിയാ? കട്ടൻ കപ്പയും 18 കപ്പ ഗോതി അരിഞ്ഞ് മുളക് ഉടച്ചത് അതോട് കിറിയെല്ലാം ഊത്തലെടുത്ത് നീ പെരക്കി വെച്ച് ഓടിയ ഓട്ടം. സ്തോത്രം. ഇപ്പം ദൈവം നന്മയൊക്കെ തന്നു, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. അമേരിക്കയിലും ഗൾഫിലും ഒക്കെ പണ്ട് പോയിട്ട് വന്ന് വരുന്നത് ഒരു സോപ്പ് തരും, നല്ല കാര്യമാണ് കുളിക്കാൻ. പണ്ടത് കുളിച്ചിട്ടില്ല, അതെടുത്ത് എൻ്റെ ഭാഷപ്പോൾ ഞാൻ തുണിയുടെ ഇടയ്ക്ക് സോപ്പും തുണി എടുത്ത് നല്ല മണം. കൃപയാൽ നാട്ടിൽ ചെല്ലുമ്പോൾ അനേർക്ക് കൊടുക്കാൻ ദൈവം ഭാഗ്യം തരുന്നല്ലോ. നീ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യ്. ഞെളിയരുത്. മട്ടനും ചിക്കനും വെള്ളം പൊക്കിയപ്പോൾ ആണ്ട മണ്ണ് കിടന്ന് തട്ടിപ്പറിക്കുന്നു. മട്ടൻ വേണ്ടേ? അഹങ്കരിക്കരുത്. അഹങ്കാരികൾ ഞാനാന്നേലും നിങ്ങളാന്നേലും ദൈവം പിടിക്കും. നിഗളിക്കരുത്. ഇന്നലെ പറഞ്ഞ പദം ഒന്നുകൂടെ പറയാം, ഞെളിയാതെ ഭയപ്പെട്. പ്രൈസ് ദി ലോർഡ്. മന്ന ക്രിസ്തുവിന് നല്ലതാ. ഒന്ന് ഉയരത്തിൽ നിന്ന് വന്നതാ, ഉന്നതം വിട്ടിറങ്ങി വന്ന ക്രിസ്തു. 2 ചെറുതാ, വലിയവനായ കർത്താവ് എന്നെ നിങ്ങളെ രക്ഷിപ്പാൻ ചെറുതായിട്ട് അവതരിച്ചു. 3 മന്നയുടെ വിശേഷത, അത് പറഞ്ഞങ്ങ് നിർത്താം. ഇത് കൊത്തമ്പാലതി പോല എന്ന് പറഞ്ഞാൽ ചെറുതാ, ഉരുണ്ടായിരിക്കുന്നത്. ഉരുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ശൈലി പറയാം, ഈ മന്ന എടുത്തിങ്ങനെ നോക്കിയാൽ ഉരുണ്ട, മൊനയില്ല. എങ്ങനെ നോക്കിയാലും 6 കോടതി മാറി മാറി വിസ്തരിച്ച് ഒരു മൊനയും കണ്ടില്ല. ഉരുണ്ടിരിക്കുകയല്ലേ? നിങ്ങൾക്ക് കേട്ടിട്ടുള്ളത്, ആ സന്ദർഭം വന്നുകൊണ്ട് പണ്ട് നാട്ടിൽ സായിപ്പ് വന്നപ്പോൾ നമ്മുടെ അമ്മ കൊഴുക്കട്ട കൊണ്ട് കൊടുത്തു. സായിപ്പ് ഇതെടുത്തു, തുറന്നപ്പോൾ അതിനകത്ത് ചക്കരയും തേങ്ങ. ഇപ്പോൾ സായിപ്പ് ചോദിച്ചു അതിനകത്ത് അതും ഇങ്ങനെ. അപ്പം ഇതെങ്ങനെ ഇതിനകത്ത് കയറിയെന്ന് സായിപ്പിന് അറിയണം. ന്യൂയോർക്കിലെ വലിയ പാലം പണിത സായിപ്പാണ്. പക്ഷെ കൊഴുക്കട്ടയ്ക്കകത്ത് തേങ്ങയും ചക്കരയും കയറിയത് പുള്ളി ചോദിച്ചു ഇതാരാ ഇത് കണ്ടുപിടിച്ചത്? ചട്ടയും കൊണ്ടെടുത്ത് അമ്മയാ ഇതിൻ്റെ ആളെന്ന് പറഞ്ഞു. ടെക്നോളജി. കൊഴുക്കട്ടയ്ക്കകത്ത് ചക്കരയും ഉരുണ്ടിരിക്കുക. നോക്കിയിട്ട് സായിപ്പ് നോക്കിയിട്ട് ഒരു വിടവും കാണുന്നില്ല ഇത് കയറാൻ. അപ്പോൾ ഒരു പോയിന്റ് വേണ്ടി ഇതിനകത്ത് കയറ്റാൻ. ഇത്ര അമ്മമാരാണ് നമ്മുടെ അമ്മമാര്. ഇതുപോലെ മന്ന ഉരുണ്ടിരിക്കുക. അത് രാവിലെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ് നോക്കിയപ്പം ഒരു മൊനയില്ല. 6 കോടതി നിന്ന് വിസ്തരിക്കുക. ഹന്നാസം, കയ്യപ്പാവ്, സന്നിധി സംഘവും ആമൻ, പീലാത്തോസ്, ഹെരോദാവ് എല്ലാം വിസ്തരിച്ചു. യാതൊരു മൊനയില്ലാത്തവൻ, ഊനമില്ലാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപം നീട്ടാത്തവൻ, പാപമേശാത്തവൻ, പാപമറിയാത്ത പരമവിശുദ്ധൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി അവൻ നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. നാം നീതീകരിക്കപ്പെടുവാൻ, നാം രക്ഷപ്പെടുവാൻ, നമുക്ക് വേണ്ടി പങ്കപ്പാട് സംഘിച്ച കാൽവറിയിലേക്ക് കൊലമരം ചുമന്നുകൊണ്ട് കുരിശുമകരം ചുമന്ന് നടന്നു നീങ്ങിയവൻ. കാൽവറിയുടെ കൊലമരത്തിൽ 2 കള്ളന്മാരുടെ നടുവിൽ 3 ഇരിപ്പാടുകൾ കേൾപ്പിച്ചു കൊടുത്ത് നമുക്ക് വേണ്ടി ജീവനെ തന്നവൻ, 3 ഉയർത്തെഴുന്നേറ്റവൻ ഇന്നും ജീവിക്കുന്നു. ഊനമില്ല, പാപമില്ല, യാതൊരു കളങ്കമില്ല. നിർദോഷൻ, നിർമ്മലൻ, പവിത്രൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ വലിയവൻ, മോശയിലും വലിയവൻ, ശലോമോനിലും വലിയവൻ, ദൈവാലയത്തെക്കാൾ വലിയവൻ, യോനയിലും വലിയവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. 1 ഉയരത്തിൽ നിന്ന് വന്നത്, 2 ചെറുതാ, 3 ഒരു മൊനയില്ല. 4-മത്തെ പറഞ്ഞങ്ങ് നിർത്താം. അത് രാവിലെ കൂടാരവാതിൽ തുറന്നു ചെല്ലുമ്പോൾ വാതിക കിടപ്പുണ്ട്. മന്ന ക്രിസ്തുവിന് നിഴല. ക്രിസ്തു രക്ഷിതാവാ. രക്ഷകൻ വാതിക്കലുണ്ട്. രക്ഷ തപ്പി കിഴക്കോട്ടും പോകണ്ട, പടിഞ്ഞാട്ടും പോകണ്ട, വടക്കോട്ട് പോകണ്ട, തെക്കോട്ട് പോകണ്ട. രക്ഷ നിന്റെ വാതിക്കല. ഇന്ന് രാത്രിയിൽ രക്ഷകൻ വാതിക്കലുണ്ട്. ഹൃദയം കൊടുക്ക്, യേശുവിന് ഹൃദയം കൊടുക്ക്. യേശു അല്ലാതെ രക്ഷകനില്ല. യേശു ക്രിസ്തുവിൽ കൂടി മാത്രം രക്ഷ. ഈ മന്നയെ നിന്ദിക്കരുത്. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. എന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ചതിന് നന്ദി. സമയമായി, അതുകൊണ്ടങ്ങ് നിർത്തുക. ഒന്നും പറയാൻ ഉദ്ദേശിച്ചതുപോലെ ഒക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാം സഹകരിച്ചല്ലോ. വളരെ സന്തോഷം, വളരെ നന്ദി. ഞങ്ങളുടെ കാവാലത്തെ വേലി ഓർത്ത് പ്രാർത്ഥിക്കണം. 10-45 ദൈവം 2 വർഷമായല്ലോ തുടങ്ങിയിട്ട്. 10-45 ദൈവം കുഞ്ഞുങ്ങൾ അവിടെ ഒരു നല്ല സഭാഗോള് പണിയണം. അതോടെ ഉന്നം വെച്ചാൽ ഞാൻ ഈ അമേരിക്ക ഞങ്ങളെ പോലുള്ള വരുന്നവർ ആത്മഭാരം കൊണ്ട് വരുന്നല്ല, കാശിന് വരുന്നതാണ്.
എൻ്റെ കാര്യം കൂടെ ചേർത്ത ആത്മാര് വന്ന് ഞങ്ങളുടെ ഇവിടെ എന്തും വേണ്ടത് കുട്ടമംഗലം കൈനകരി ഏനങ്കരി തായങ്കരി കണ്ടങ്കരി മിത്രക്കരി എന്തും വേണ്ട സ്ഥലമുണ്ട്. ആത്മാര് വന്ന് അങ്ങോട്ട് വള്ളത്തിൽ കയറി പോയാൽ പ്ലെയിനിൽ കയറി ഇങ്ങോട്ട് വന്നെന്തിനാ കാശിന. പിന്നെ അത് വെറുതെ വേണ്ട കർത്താവിൻ്റെ വേലയ്ക്ക് കൂടുക, കൂട്ടായ്മ ആചരിക്കുക. ദൈവം നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വൈഫ് ഒരു കുഞ്ഞ് 6ാം ക്ലാസ്സിലേക്ക് പനിയായിരുന്നു, സൗഖ്യം കൊടുത്തു. ഒറ്റ ആഗ്രഹമുള്ളൂ, ഇപ്പം നല്ലൊരു സഭാകൂട് പണിയണം, ഏൽപ്പിച്ച് ശുശ്രൂഷ ചെയ്ത് അങ്ങ് ചെല്ലണം. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന, അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയും ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് നിൽക്കുന്നത്. ദൈവം നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈ HPF-ന്റെ ചുമതലക്കാർക്ക് എല്ലാവർക്കും പേരെടുത്ത് പറയാൻ നേരമില്ല. എല്ലാവർക്കും നന്ദി. എല്ലാ കുടുംബങ്ങളെ, എല്ലാ പ്രിയപ്പെട്ടവരെയും, കുഞ്ഞുങ്ങളെയും, പ്രായമുള്ളവരെയും എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വരവിനായിട്ടൊരുങ്ങാം, ജയിക്കാം, ജയാളികളായ അങ്ങനെല്ലാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കരം ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. സമയം പോയെന്നറിയ എഴുന്നേറ്റ് നിന്ന് 2 ശീലി പാട്ട് പാടി. നിങ്ങൾ പാട്ട് വല്ലതും സെലക്ട് ചെയ്തിട്ടുണ്ടോ? എന്നാ പെട്ടെന്ന് പാടിക്കൂ, പെട്ടെന്ന് ഓടിവാ, പെട്ടെന്ന് പാടിക്കൂ, ഒന്നും പറയണ്ട, പാടിക്കൂ, സമയം പോകുന്നില്ല. കൈയടിച്ച് ദേശമെന്നു മുഴങ്ങിടുന്നു കൈയടിച്ച് ചേർന്ന് സഹോദരിമാർ തമ്മിൽ കൈയെടുത്ത് അടുത്ത് നിൽക്കുന്നവർ വിശുദ്ധയുമരം കൊടുത്താട്ടെ. മാറാനാല യേശു വീണ്ടും വരുന്നു, മാറാനാല യേശു വീണ്ടും വരുന്നു, മാറാനാല യേശു വീണ്ടും വരുന്നു, മാറാനാല യേശു വീണ്ടും വരുന്നു. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. എല്ലാവർക്കും ശാന്തമായി തിരിക്കാം. കർത്താവിന്റെ വരവിനായി തിരിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം കർത്താവ്